ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്താലോ? അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരുങ്ങിക്കിട്ടിയിരിക്കുന്നത്, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, ഇന്ന് മോർണിംഗ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിന് പോകണം. എപ്പോഴും ഞാൻ ഈവനിങ് ഡ്യൂട്ടിയാണ് എടുക്കാറ്. അതാകുമ്പം മാർക്കറ്റിൽ ഉറങ്ങാമല്ലോ. രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്, പ്രത്യേകിച്ച് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ മോർണിംഗ് ഡ്യൂട്ടി എടുത്തു. വേറെ ഒന്നുമല്ല, ഇന്ന് എൻ്റെ ക്വസ്റ്റ്യനും ഒക്കെ വരും, അമ്മുവൊക്കെ വരും. അമ്മൂനെ ആർക്കും അറിയത്തില്ലല്ലോ, അപ്പോൾ അമ്മൂനെയൊക്കെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ആയിരിക്കും. എനിക്കിങ്ങനെ ഷോർട്സ് എടുത്തെടുത്ത് എനിക്കിങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്തോ സംസാരിക്കണമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും ഞാൻ എങ്ങനെ സംസാരിക്കുന്നതിനെ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും തോന്നി ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, ഒന്നും മിണ്ടത്തില്ല, മിണ്ടാൻ ഭയങ്കര മടിയാന്നൊക്കെ. ഈ വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അല്ലാത്തപ്പോൾ ഞാൻ ഭയങ്കര എക്സ്ട്രീംലി എക്സ്ട്രോവേർട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര അലമ്പ്, ഭയങ്കര ബഹളി പിടിച്ച ഒച്ചാണ് ഞാൻ. രാവിലെ ഇതാ കേട്ടോ പരിപാടി. അമ്മയുടെ വീഡിയോ മാത്രം അമ്മ ഒരു 10,000 വെട്ടം എടുത്ത് കാണും. ഒരു മനസ്സുഖം അല്ലമ്മ? അയ്യോ, സ്വന്തം വീഡിയോ കണ്ട് സന്തോഷം. ഇതിപ്പോൾ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത്. ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് നല്ല പേഷ്യൻസ് ആയിരിക്കണമെന്ന്. ചില പേഷ്യൻസ് ഉണ്ടല്ലോ ഭയങ്കര, നമ്മളിങ്ങനെ ഇങ്ങനെ ചൊറിയാൻ വരുന്ന പേഷ്യൻ്റ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ പേഷ്യൻറ്റിനെ കിട്ടരുത്. എല്ലാം നല്ല സ്റ്റേബിൾ പേഷ്യൻ്റ് ആയിരിക്കണം, നല്ല നമ്മുടെ നല്ല സ്നേഹമുള്ള പേഷ്യൻസ് ആയിരിക്കണം എന്നായിരിക്കും ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത്. പിന്നെന്താ, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധവും വരരുത്, എല്ലാം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണം, അതായിരിക്കും ഞാൻ മെയിനായിട്ട് പ്രാർത്ഥിക്കുന്നത്. രാവിലെ തൊട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ ഫോണ്. പണ്ടൊക്കെ എന്നെ വഴക്ക് പറയുവേ. ഞാൻ ഏത് സമയം ഞാനിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ എപ്പോഴും പറയും, ഏത് സമയം പറഞ്ഞു ഫോൺ താത്ത് വെക്ക്. ഇപ്പം അമ്മ വേണ്ട, എൻ്റെ റീൽസിന് വ്യൂസ് കൂട്ടുന്ന ആരാന്നറിയാമോ? എൻ്റെ വീട്ടുകാരെ തന്നെ. എൻ്റെ അച്ഛനും അമ്മയും ഫുൾ ടൈം എൻ്റെ വീട് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ പറയാം, കണ്ടോ വ്യൂസ് എങ്കിലും കൂടട്ടെ. ഇങ്ങനെ എൻ്റെ വീട്ടുകാരിങ്ങനെ എൻ്റെ വീഡിയോസ് കണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്നറിയാമോ, പണ്ട് ഈ ടിക്ടോക്ക് ഉള്ള സമയത്തില്ലേ, ഞാനിങ്ങനെ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പാത്തിരുന്ന് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുക. എന്നുവെച്ചാൽ എൻ്റെ അച്ഛനും ഇഷ്ടമല്ല, എൻ്റെ അമ്മക്കും ഇഷ്ടമല്ല. അവരിങ്ങനെ പറയുന്നത്, ഇങ്ങനെ എന്തിനാ ഈ കോമാളിത്തരൊക്കെ കാണിക്കുന്നത്, എന്തിനിങ്ങനെയൊക്കെ കാണിക്കുന്നത്, നാട്ടുകാരെന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും, എൻ്റെ പേരൻസ് എന്നെയല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്, നമ്മുടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് എന്താണ് സന്തോഷം കിട്ടുന്നത്, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് പണ്ട് ഭയങ്കര വിഷമമായിരുന്നേ. എന്നിട്ട് ഞാൻ എന്തെന്നറിയാമോ, ഈ ടിക്ടോക്കൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്കൊരു റൂമിലിരുന്നിട്ട് ഇങ്ങനെ ചെയ്യും. എനിക്കിപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുക. കാരണം പണ്ട് എന്നെ കളിയാക്കാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നത്, എൻ്റെ കൂടെ വീഡിയോസ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഇപ്പം 2 പേരെങ്കിലും അറിയുന്നുണ്ട്. സത്യം, എനിക്കിപ്പോൾ ഇങ്ങനെ 1K സബ്സ്ക്രൈബർ ആണെങ്കിലും ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് 1 മില്യൺ അടിച്ചതുപോലാണ്. കാരണം ഓരോ ദിവസം ഞാനിങ്ങനെ എടുത്തിങ്ങനെ നോക്കും, ഇന്നെത്ര സബ്സ്ക്രൈബർ കയറി, എത്ര വ്യൂസ് കയറി, ലൈക്ക് കയറുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തു വന്നതല്ലേ. അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കൈ അടിക്കണം, എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഈ ടൈം കിട്ടുന്നതെന്ന്. നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ, പ്രത്യേകിച്ച് നേഴ്സിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും വരുന്നത്. നമുക്ക് വീഡിയോസ് എടുക്കാനോ ഒന്നും സമയം കാണത്തില്ല, വരിക കിടന്നുറങ്ങുക, അതേ മനസ്സിൽ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും എനിക്കിപ്പം എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഞാൻ വീഡിയോസ് ചെയ്യും. കാരണം അതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും. ഇപ്പം ഹോസ്പിറ്റലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ വന്നിട്ട് വീഡിയോസ് ചെയ്യും. ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ ഇപ്പോൾ കരഞ്ഞു തൂങ്ങിയിരിക്കുമായിരിക്കുമേ. വീട്ടിൽ വന്നാൽ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഭയങ്കര സന്തോഷത്തിൽ അതെല്ലാം അങ്ങ് അവിടെ വിട്ടിട്ട് ഞാൻ വീഡിയോസ് ചെയ്യും. ഞാൻ നോക്കിയിട്ട് അതാ നല്ലത്. നമുക്ക് എന്താണ് ഇഷ്ടം അത് നമ്മൾ ചെയ്യുക. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, നെവർ മൈൻഡ്. നമുക്ക് നമ്മുടെ സന്തോഷമല്ലേ വരുന്നത്. നമുക്ക് സന്തോഷം വരാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കണം. അല്ല മറ്റുള്ളവർക്ക് ഒരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ ശ്രമിക്കുക.
അപ്പൊ ഒരുപാട് ഹാപ്പിയാണ്. ദൈവം ഇത്രയും പാചകമൊക്കെ അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇത് കരഞ്ഞോണ്ട് വരണം, നല്ലതായിരിക്കും. അപ്പൊ മോർണിംഗ് ഡ്യൂട്ടിക്ക് ഞാൻ ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന് 7 മണിയാകുമ്പോഴാട്ടാ. 7:30ക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരമണിക്കൂർ മുന്നേ ഇറങ്ങുന്നത്. പോയാലോ? ബൈ. ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. അച്ഛനും എൻ്റെ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടി. LKG തൊട്ട് ഞാൻ ഈ നാശമായിട്ട് ഒരു സ്കൂളിലായിട്ട്, LKG തൊട്ട് +2 വരെ ഒരു സ്കൂളിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോളേജിൽ മാത്രമേ ഉള്ളൂ വേറെ കോളേജിലായത്. അപ്പോൾ ഞാൻ ഓർത്ത് ആ ശല്യം പോയത്. പിന്നെയും വരുമോ ശല്യം എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ. ഈ വെള്ളമൊക്കെ താണ്ടി ഈ അഴുക്ക് അട്ടക്കുറ വെള്ളം ചവിട്ടി വേണം ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. തണുപ്പ് ടീഷർട്ട് ഇട്ടത് കാര്യമായി. ഈ റോഡിൽ കൂടെ വ്ളോഗ് എടുക്കാൻ എനിക്ക് ഭയങ്കര നാണക്കേടാണ്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ ദൈവം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണല്ലോ എന്ന്. കാരണം എനിക്ക് ഭയങ്കര ചമ്മല. ആരെങ്കിലും അവരുടെ ഇപ്പോൾ പറ്റും കേട്ടോ. പൊന്നെ ഇതിനെ കണ്ട, ഈ പുറത്തെ സാധനത്തെ കണ്ടപ്പോൾ ആരും ഞാൻ ഓർത്ത് പന്നിക്കുട്ടിയായിരിക്കുമെന്ന്. ഈ അമ്പലത്തിൻ്റെ ഇതിലെ കൂടെ വരുമ്പോഴുണ്ടല്ലോ നല്ല ചന്ദനത്തിരിയുടെ മണമാണ്. നല്ലൊരു പോസിറ്റീവ് ഫീലാണ് ഇതിലെ കൂടെ വരുമ്പോൾ തോന്നുന്നത്. ഇല്ല എന്നാലും എപ്പോഴും കൊടയും പിടിച്ച് നടന്നൊരു ശീലം. എൻ്റെ മുടിയൊക്കെ കണ്ട ഉള്ളമ്പതിനെ പതിക്കുന്നു. ഞാൻ കുളിച്ചില്ല ഗൈസ്. മേല് കഴുകി കേട്ടാ. എനിക്കിങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പുട്ടപ്പയുണ്ടോണ്ട് ഞാൻ ഹെയർ വാഷ് ഞാൻ രാവിലെ ചെയ്യത്തില്ല. ഞാൻ വന്ന് കഴിഞ്ഞിട്ടേ ഞാൻ തല നനച്ച് കുളിക്കത്തുള്ളൂ. രാവിലെ മേല് മാത്രമേ കഴിക്കത്തുള്ളൂ. എൻ്റെതൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ഇങ്ങനെ വരാൻ നേരത്ത് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. വണ്ടിയുടെ ബഹളം ഒന്നുമില്ല, നല്ല ശാന്തം. ലിഫ്റ്റ് നോക്കി നിന്നിട്ട് അതിനെ വരാൻ നേരത്തെ നേരം വെളുക്കും. അപ്പം നമുക്ക് പതിയെ സ്റ്റെപ്പ് കയറാം. സൈൻ ഇട്ടിട്ട് വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് 10 മണിയാവുമ്പോൾ ചപ്പാത്തി. എനിക്കിങ്ങനെ ചപ്പാത്തിയുടെ അകത്തുണ്ടല്ലോ ഇങ്ങനെ ഒഴിച്ചു കൂട്ടുന്ന കറീനെക്കാട്ടും ഇഷ്ടം ഇതിങ്ങനെ റോൾ ചെയ്ത് തരുന്നതാണ്. ഇത് കണ്ടോ, അമ്മ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്ത് തരും. നല്ല ടേസ്റ്റാണ്. ചുരുട്ടി പെട്ടെന്ന് കഴിക്കും. എന്തൊക്കെ ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പേഷ്യൻസിന് നോക്കാൻ നമുക്ക് ആരോഗ്യം വേണ്ടേ. വിഷമം കൊണ്ടോ ആണോ നിറക്കില്ല, നല്ല ടേസ്റ്റ്.
രാവിലെ ഫുഡ് കഴിച്ചല്ലായിരുന്നു, ഉച്ചക്കായപ്പോൾ വിശന്ന്. അപ്പോൾ ഞാൻ ഒരു സമൂസയും ഒരു വടയും മേടിച്ച് കഴിച്ചു. അപ്പോൾ വീട്ടിലോട്ട് പോവുക. വന്ന് ഗൈസ്, നോക്ക് ജാടച്ചിയാണ്. പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോവുക. മോളെ വേണ്ട, പട്ടിയുടെ വില പോലും ഇല്ല ഈ വീട്ടിൽ. ഇന്ന് രാവിലെ ഞാനാണെങ്കിൽ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ല എൻ്റെ കസിനും കൊച്ചനും ഒക്കെ വരുമെന്ന്. എന്നിട്ട് ഇപ്പോൾ വിളിച്ചിട്ട് പറയാൻ വരുന്നില്ലെന്ന്. ഞാൻ ആരായി? പവനായി, ശവമായി, വെഞ്ചാവായി. എനിക്ക് എപ്പോഴും അറിയായിരുന്നു നമ്മൾ വരത്തില്ലെന്ന്. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ ആയിരുന്നു, EMICUലായിരുന്നു. പേഷ്യൻ്റൊക്കെ സ്റ്റേബിൾ പേഷ്യൻ്റ് ദൈവം അനുഗ്രഹിച്ച് കിട്ടിയത്. അത് കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചിരി കണ്ടാലതി കണ്ടാലത് മതി. ചോറ്, എന്തുവാ, പയറ് തോരൻ, കൊഴുവ ഫ്രൈ. ഇത് മത്തിയാണമ്മ? അയിലക്കറി, സുണ്ട്രി. കുളിച്ചു പോയി, തണുത്തിട്ട് വയ്യ. ഞാൻ പറഞ്ഞില്ലേ, ചോറ് കഴിച്ച് കഴിഞ്ഞാൽ മറക്കിടന്ന് ഉറങ്ങാൻ തോന്നും. ഡ്യൂട്ടിയും കൂടെ കഴിഞ്ഞ് വരുന്ന കാരണം അതിൻ്റെ ക്ഷീണം. ഞാൻ ഉറങ്ങട്ടെ ഗൈസ്, ബൈ. ഒരു ഉറക്കം ഉറങ്ങിയായിട്ട് ഇപ്പോഴും എഴുന്നേറ്റ. ഇന്നെന്താണെന്ന് അറിയത്തില്ല, കിടന്നുറങ്ങിയിട്ടാണെങ്കിലേ എൻ്റെ മനസ്സ് ഫുള്ള് ഹോസ്പിറ്റലായിരുന്നു. ആ പേഷ്യൻ്റെ റിപ്പോർട്ട് എഴുതിയോ, മെഡിസിൻ കൊടുത്തായിരുന്നോ, മറ്റേത് എഴുതിയോ, എന്താണ്? അയ്യോ, ഇവിടെ നമ്മൾ വന്നെങ്കിലും മനസ്സ് മൊത്തം അവിടെയാണ്. അതുകൊണ്ടായിരിക്കും ഉറക്കത്തിലും ഇങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ചത്. ഈ സ്വപ്നം കണ്ട പോലെ തോന്നി എനിക്ക്. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട്. ആരാന്നറിയാവാ? ഇതാരാന്നറിയാവാ? ഹായ്, മാമി. ഞാനപ്പോൾ ഇന്ന് ഉറങ്ങിയപ്പോൾ എനിക്ക് എന്നെ വിളിച്ചിട്ട് പറയാം, നമുക്കിന്ന് ഡാൻസ് കളിക്കണ്ടേ. ഭയങ്കര ഇഷ്ടമാട്ടോ ഡാൻസ് കളിക്കാനായിട്ട്. എനിക്കങ്ങനെ വേറെ ആരുമില്ല എൻ്റെ കൂടെ കളിക്കാനായിട്ട്. ലിസാമ പിന്നെ കട്ടയ്ക്ക് നിൽക്കും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഭയങ്കര ഡെഡിക്കേഷനാണ്. എന്തുവാ, നമ്മുടെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും, കുഞ്ഞെ നമുക്കിന്ന് കളിക്കണ്ടേ, നമുക്ക് എടുക്കണ്ടേ എന്നൊക്കെ. അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം ഇന്ന് വീഡിയോ എടുക്കണം, വീഡിയോ ഇടണം, എന്തൊക്കെ ചെയ്യണം. 2 വാക്ക് പറ. ഞാൻ പാറുവിന്റെ മാമിയാണ്. ഞങ്ങൾ രണ്ടും കൂടെ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ചക്ക കഴിക്കുന്നത്. ഞങ്ങളിവിടെ ആലപ്പുഴയിലെ ചക്കയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡ്, പൈസ കൊടുത്ത് വേണം വാങ്ങാനായിട്ട്. പക്ഷേ പത്തനംതിട്ടയിലൊക്കെ ആയപ്പോൾ ഞാൻ പഠിച്ച സമയത്തൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നമുക്ക് എല്ലാ വീട്ടിലും കാണും ചക്ക. അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുകയാണ്. നല്ല മീൻ ഫ്രൈയും കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് പൽക്കുട്ടൻ, എൻ്റെ അനിയൻ. ഇപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ.